ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളി പോലെ തെരഞ്ഞെടുപ്പിനെ നേരിട്ട വ്യക്തി, അതായത് ഞാനല്ലാതെ മറ്റാര് എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു വ്യക്തിയാണ് ഗതാഗത മന്ത്രി കൂടിയായിരുന്ന KB ഗണേഷ് കുമാർ. അദ്ദേഹം കൊട്ടാരക്കര പത്തനാപുരം ഭാഗത്തെ ഒരു വലിയ കുടുംബത്തിൽപ്പെട്ടയാളാണ്. R ബാലകൃഷ്ണപിള്ള എന്ന വ്യക്തിയുടെ മകനാണ്. മാത്രമല്ല ഈ കേരള കോൺഗ്രസ് B എന്ന പാർട്ടിയിൽ ഇദ്ദേഹവും 3-4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ ഇദ്ദേഹത്തിൻ്റെ സഹോദരിമാരൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അവരാരുമില്ല. അപ്പം കേരള കോൺഗ്രസ് B എന്ന പാർട്ടി ഇപ്പം പണ്ട് കേരള കോൺഗ്രസ് രൂപീകരിച്ചപ്പോൾ ബാലകൃഷ്ണപിള്ളയും എല്ലാവരും കൂടെ ചേർന്ന് രൂപീകരിച്ചു. പിന്നീട് പല പല വിഭാഗങ്ങളായി പിളർന്ന് തിരിഞ്ഞു. ജേക്കബ് വിഭാഗമുണ്ടായി, ജോസഫ് വിഭാഗം, മാണി വിഭാഗം, അതുപോലെ തന്നെ സെക്കുലർ ഉണ്ടായി. അതുപോലെയാണ് ബിയും ഉണ്ടായത്. അപ്പം പത്തനാപുരത്തും കൊട്ടാരക്കരയിലും ഒന്നും തന്നെ തോൽപ്പിക്കാൻ ആരുമില്ല, തനിക്ക് അതിന് മാത്രമുള്ള സ്വാധീന ശക്തിയുണ്ട്, സമുദായ ശക്തിയുണ്ട് എന്നൊക്കെ ധരിച്ചു വെച്ചിരുന്നയാളാണ്, അല്ലെങ്കിൽ ധനശക്തിയുണ്ട് എന്നൊക്കെ ധരിച്ചു വെച്ചിരുന്നയാളാണ് KB ഗണേഷ് കുമാർ. നല്ല ക്ലീനായിട്ട് തോറ്റില്ലേ. ജ്യോതികുമാർ ചാമക്കാല വളരെ കൃത്യമായ പ്രവർത്തനം നടത്തിയതുകൊണ്ട് കൂടിയാണ് ഈ ശക്തമായ തിരിച്ചടി ഗണേഷ് കുമാറിന് ഉണ്ടായത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പഴയൊരു വീഡിയോ, അതായത് കുറച്ച് ദിവസം മുമ്പുള്ള ഒരു വീഡിയോ, മാർച്ച് മാസത്തിലെ വീഡിയോ പുറത്തു വരികയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് മാതൃഭൂമി.com വന്നൊരു വീഡിയോ ആണ്. തൻ്റെ അച്ഛൻ്റെ എച്ചിൽ നക്കി തിന്നവന്മാർ കുറേ പേര് എന്നെ പറ്റിച്ചു, അല്ലെങ്കിൽ കുറേ പേരെന്നെ ചതിച്ചു, ബാക്കി എല്ലാവരും എന്നോടൊപ്പം നിന്നു, അതുകൊണ്ട് ഞാൻ ജയിക്കും എന്ന് പറയുന്നു. അച്ഛൻ്റെ എച്ചിൽ നക്കിയത്, അതായത് R ബാലകൃഷ്ണപിള്ളയുടെ എച്ചിൽ നക്കി തിന്ന ജനങ്ങളെയാണ് പറയുന്നത് കേട്ടോ. ജനങ്ങളെയാണ്, എല്ലാവരെയുമല്ല, ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ. ഒരു മന്ത്രി, ഒരു 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 ക്യാബിനറ്റ് റാങ്കിൽ ഇരുന്ന ഒരു മന്ത്രി, ഒരു പൊതുപ്രവർത്തകൻ, ഒരു കലാകാരൻ ഇത്തരത്തിൽ ഒരു പ്രസ്താവന ഒരു പൊതു ഇടത്ത് നടത്താമോ? ഈ വീഡിയോ ആണ് പൊങ്ങി വരുന്നത്. വെറുതെയല്ല ഇയാൾ തോറ്റത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിന് ധാരാളം കമൻറ്റുകൾ വരുന്നത്. നമ്മളെപ്പോഴും പൊതു ഇടങ്ങളിൽ നമുക്ക് ആരോട് ശത്രുതയുണ്ടെങ്കിലും, അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ നിന്നവരെ ചതിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കാലുവാരിയിട്ടുണ്ടാകാം, അവരെ ഓടിച്ചു വിട്ടിട്ടുണ്ടാകാം, പലതും സംഭവിച്ചിട്ടുണ്ടാകാം. രാഷ്ട്രീയമാണ്, പലതും സംഭവിക്കാം. പക്ഷേ ഒരു പൊതു സമൂഹത്തിൽ നിന്നുകൊണ്ട് മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ അച്ഛൻ്റെ എച്ചിൽ നക്കി തിന്നവനാണ് നീ എന്നൊക്കെ ജനങ്ങളെ വിളിക്കുന്നത് എത്ര അപമാനകരമാണ്, എത്ര അപഹാസ്യമാണ്, എത്ര നിന്ദ്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. അതും കാര്യങ്ങൾ അറിയാൻ വയ്യാത്ത ആളല്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളോ പ്രണയങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ അതേക്കുറിച്ചൊന്നും നമ്മളാരും ചർച്ച ചെയ്യുന്നു പോലുമില്ല. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും അദ്ദേഹം ജനങ്ങളേൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്തോ അതിനെക്കുറിച്ച് മാത്രമേ വിമർശനമൊക്കെ തന്നെ ഉന്നയിച്ചിട്ടുമുള്ളൂ. അച്ഛൻ്റെ എച്ചിൽ നക്കി തിന്നവരാണ് പത്തനാപുരത്തുകാർ, അല്ലെങ്കിൽ പത്തനാപുരത്തുകാരിൽ ചിലർ എന്ന് പറയുന്നത് അത് ശുദ്ധ അസംബന്ധമല്ലേ? ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. സത്യം പറഞ്ഞാൽ ആ പറഞ്ഞതിന് പത്തനാപുരത്തെ ജനങ്ങളോട് അദ്ദേഹം മാപ്പ് ചോദിക്കണം. ബാലകൃഷ്ണപിള്ളയുടെ എച്ചിൽ നക്കി തിന്നുന്നവരല്ല പത്തനാപുരത്തുകാർ, പണിയെടുത്ത് ജീവിക്കുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവർ എന്തെങ്കിലും കാണിക്കുകയോ കാലുവാരുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരോട് പറയുക. അല്ലാതെ ജനങ്ങളിൽ ചിലരങ്ങനെയാണ് എന്ന് പറഞ്ഞ് ആ ജനസമൂഹത്തിൻ്റെ പ്രതീകമായി നിന്നുകൊണ്ട് അവരെ ഇത്തരത്തിൽ അവഹേളിക്കുന്നത്, അപമാനിക്കുന്നത് KB ഗണേഷ് കുമാർ എന്നല്ല, ആര് ചെയ്താലും ശരിയല്ല. വെറുതെയല്ല തോറ്റു വീട്ടിലിരിക്കുന്നത് എന്ന് പറയുന്ന ആ കമൻറ്റിനോട് യോജിക്കുന്നു.